Hello friends, Assalamu alaikum. Raabis Kitchen ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുബൂസ് തയ്യാറാക്കിയാലോ. അതിനായി ഞാൻ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സമയത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് 2 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ആക്റ്റീവായി വന്ന ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈസ്റ്റ് ഫെർമെൻ്റ് ആവാൻ വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇളം ചൂടുള്ള പാലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടി ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കേണ്ടത്. ഈ മാവ് കുറച്ച് സമയം എടുത്ത് തന്നെ നല്ലതുപോലെ കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 1 മണിക്കൂർ സമയത്തേക്ക് ഇത് പൊങ്ങാനായി മാറ്റി വയ്ക്കാം. ചൂടുള്ള സമയമാണെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ഈ മാവ് പൊങ്ങി കിട്ടിക്കോളും. 1 മണിക്കൂറിന് ശേഷം മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് അല്പം ആട്ട വിതറിയതിന് ശേഷം നമുക്കിത് ഓരോന്നും ഒന്ന് പരത്തിയെടുക്കാം. ഒത്തിരി നൈസായിട്ട് പരത്തരുത്. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു ഭാഗം പൊള്ളി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ആ ഭാഗവും ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വരുമ്പോഴേക്കും ഒന്നുകൂടി ഒന്ന് തിരിച്ചിടുമ്പോഴേക്കും നല്ലതുപോലെ അത് പൊങ്ങി വരും. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും അതേപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസ് കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ കടയിലൊന്നും പോകാതെ വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.